പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ ഇതുവരെ പൂവലങ്കാരൊന്നും തീർത്തിട്ടില്ല. എല്ലായിടത്തും പൂ കൊണ്ട് അലങ്കരിക്കണം കേട്ടോ. ഇന്ന് ഡോക്ടർ ജഡ്കയുടെ കല്യാണാണ്, തമാശകളിയല്ല. മണവാട്ടിയുടെ വീട് പോലെ ഭംഗിയായി അലങ്കരിക്കണം. അല്ല, എന്താ ഈ പെണ്ണിന്റെ വീട്ടുകാരെ പോലെ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നേ? ഇത് ചെറുക്കന്റെ വീടല്ലേ, ഇത്രയൊക്കെ അലങ്കാരങ്ങൾ വേണോ? പൊളിച്ചെടുത്തല്ലോ. ഇത്രയും അലങ്കാരം ചെയ്യുന്നതിന് എന്താ ഒരു തെറ്റുള്ളത്? ഒരു വിരോധമില്ല. ഒന്ന് വേഗം പറഞ്ഞാട്ടെ, വധുവിനെ പോലെയാണോ അതോ വരനെ പോലെയാണോ എന്നെ അലങ്കരിക്കേണ്ടത്? ഭ്രാന്ത് പിടിപ്പിക്കരുത്. എങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ വേഗം ചെയ്തിരിക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കുന്നത്. ഈ പത്ലും എന്നെ സഹായിക്കുന്നില്ല, മോട്ടും ഇല്ല. ഞാൻ ഡോക്ടർ ജഡ്കയ്ക്ക് പോവാൻ വേണ്ടി കുതിരയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക അതിൽ കേറിക്കൊണ്ടായിരിക്കും കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ജഡ്ക ഈ പ്രായത്തിലും കുതിരയിൽ കയറി ഇരിക്കുകയോ? ഈ പ്രായത്തില് കല്യാണം കഴിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കുതിരപ്പുറത്ത് കേറിയാ? ശരി, നിങ്ങൾ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. ഞാൻ പോയിട്ട് ഡോക്ടർ ജഡ്കയെ കണ്ടിട്ട് വരാം. പുള്ളിക്കാരൻ ഒരുങ്ങിയാവോ? എന്നെ കാണാൻ എങ്ങനെയുണ്ട് ചങ്ങ്? ആ, നിങ്ങളെ കാണാൻ നന്നായിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ ജഡ്ക എവിടെ? ആട്ടെ, നിങ്ങളാരാ? ഞാൻ തന്നെയാണ് ഡോക്ടർ ചഡ്ക. കണ്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, നിങ്ങളെ കാണാൻ കരിച്ചട്ടിയുടെ അകത്ത് തലയിട്ടിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. പത്ലു, ഡോക്ടർ ജഡ്ക എവിടെ? ഇതുവരെ താഴെ വന്നിട്ടില്ലല്ലോ. ഡോക്ടർ ചഡ്ക നിന്റെ മുന്നിൽ ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത്. പൊളിച്ചെടുത്തല്ലോ. എന്തിനാ അത്ര പേടിപ്പിക്കുന്ന ഗെറ്റപ്പില് മേക്കപ്പ് ഇട്ടിരിക്കുന്ന? പെണ്ണ് ചെലപ്പോ പേടിച്ചിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഓടിപ്പോവും. മോട്ടു, എന്റെ ബ്രോ എങ്ങനെയുണ്ട്? എന്നെ കണ്ടാലിപ്പോ എങ്ങനെയുണ്ടെന്ന് പറയാ? വലിയേട്ടാ, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരുടെ ഭാഗത്തു നിന്നാണ്? ചെറുക്കന്റെ ഭാഗത്ത് നിന്നാണോ അതോ അല്ല പെണ്ണിന്റെ ഭാഗത്ത് നിന്നാണോ? ഇവനും മുറുക്കെ പിടിച്ചോ, അല്ലെങ്കിൽ ഇവന് മേലെ പോയി ഇടിച്ചിട്ട് വരും. ദേ, നമ്മുടെ മുന്നിൽ വടി പോലെ നിൽക്കുന്ന ഇയാളെ കണ്ടോ? ഇതാണ് ഡോക്ടർ ജഡ്ക. ഇന്ന ഇപ്പൊ നിനക്കൊക്കെ സമാധാനമായില്ലേ? ഇതാ നിൽക്കുന്നു നിങ്ങളുടെ ഡോക്ടർ ജഡ്ക. എന്റെ രോഗികളാണ് സത്യം. ഈ കുതിരയ്ക്ക് ഉയരം കുറച്ച് കൂടുതലാ. എനിക്ക് കയറാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുന്നത്? ഇനിയിപ്പൊ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കും? വേഗമാകട്ടെ, മുഹൂർത്തത്തിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. എന്റെ പൊന്നത്തിമാറമ്മച്ചിയെ, എന്റെ നടുവൊടിഞ്ഞെന്നാ തോന്നുന്നേ. എന്റെ മോട്ട് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇങ്ങനെ പോയ കല്യാണ മണ്ഡപത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാവും ഡോക്ടർ ജഡ്കയെ കൊണ്ടുപോകേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഒരു മിനിറ്റ്, ഇത് നിൽക്കുന്നില്ല. എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാ? ഇങ്ങോട്ടാ, ഞാൻ ചെയ്യാം. സോറി വലിയേട്ടാ. കൺട്രോൾ ഒന്ന് വാങ്ങിക്കോ. നീ എന്നെ കല്യാണ പന്തലിലോട്ടാണോ അതോ മുകളിലോട്ടാണോ അയക്കാൻ പോകുന്നത്? എന്റെ പൊന്നുചങ്ങേ, ഞാൻ റേസിനൊന്നും അല്ല, കല്യാണത്തിനാ പോകുന്നത്. നീ ഒന്ന് അടങ്ങി നിൽക്ക്. എന്റെ കുതിര ഇവിടെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ആ കുതിരയെ വിട്ടേക്ക്, നമുക്ക് മണ്ഡപത്തിലേക്ക് കാറിൽ പോകാം. പറ്റില്ല പറ്റില്ല,
ഒരിക്കൽ കല്യാണച്ചെറുക്കൻ കുതിരപ്പുറത്ത് കയറിയാൽ പിന്നെ വീടെത്തുന്നത് വരെ കുതിരപ്പുറത്ത് തന്നെ യാത്ര ചെയ്യണം. അങ്ങനെയല്ലാത്ത പക്ഷം അത് വളരെ ദുശകുനമായി മാറും. കുടുംബത്തിനത് ദോഷമാകും. എത്ര നാള് കാത്തിരുന്നിട്ട ഒരു കല്യാണം ഒത്തുവന്നത്. ഈ വോട്ട് പത്തിലും അത് കൊളവാക്കിയല്ലേ. ഞാൻ ഇവരെ വെറുതെ വിടില്ല. വലിയേട്ടൻ ദേഷ്യപ്പെടണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് ആ കുതിരയായിട്ട് തിരിച്ചു വരാം. ശബ്ദം ഉണ്ടാക്കാതെ പിന്നെ കൂടെ പോയി നമുക്ക് പിടിക്കാം. ഈ ശബ്ദം ഇപ്പൊ എവിടെന്നാ വരുന്നത്? അതെന്റെ വയറ് കരയുന്ന ശബ്ദമാണ് എന്റെ പത്തിലു. ഭയങ്കരമായിട്ട് വിശക്കുന്നു. അത് കണ്ടില്ലേ പുല്ല് തിന്നുന്നത്. അപ്പൊ പിന്നെ നമുക്കൊരു സമൂസ എങ്കിലും കഴിച്ചൂടെ? മിണ്ടാതെ നടക്ക, അല്ലെങ്കിൽ ഡോക്ടർ ജഡ്കൻ നമ്മളെ പിടിച്ച് തിന്നും. കുതിര നടക്കുന്നത് പോലെ നടക്ക. നീ ഒന്നും മിണ്ടാതിരിമണ്ട. കുതിര നല്ല സ്പീഡിലല്ലേ പോവുക. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇങ്ങനെ പോയാ ഈ കുതിരയെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും പറ. ഐഡിയ. നമ്മൾ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് അവനെ പിടിക്കേണ്ടത്. വാ, നമുക്ക് ആ മാവിന്റെ മുകളിൽ കേറാം. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. മാങ്ങയെങ്കിൽ മാങ്ങ. മാങ്ങ കഴിക്കാനല്ല നമ്മളത് കേറുന്നത്, കുതിരയെ പിടിക്കാനാ കേറുന്നത്. മാവിന്റെ ചോട്ടിൽ വന്ന് കുതിരയെ പിടിക്കാന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനും മാവിന്റെ മുകളിൽ കയറി കുതിരയെ പിടിക്കുന്നത്? മിണ്ടാതെ എന്റെ പിന്നാലെ വാ. രക്ഷിക്കണേ. എന്റെ കുതിര ചേട്ടാ, നിങ്ങൾ കല്യാണ ചെറുക്കനെ അല്ലേ കൊണ്ടുപോകുന്നത്? ഇത് ഞങ്ങളാ. കല്യാണ ചെറുക്കൻ വേറെയാ. ഒന്ന് പതുക്കെ. ആരുമില്ലേ? രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, എന്റെ അമ്മോ, നിർത്ത നിർത്ത നിർത്ത. Stop in the name of law. ചിങ്കം സാറേ, നിങ്ങളുടെ തല എവിടെ? നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ ആ കുതിരയെ വെറുതെ വിടില്ല. ഇല്ല 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 ഇല്ല, വെറുതെ വിടില്ല. പൊളിക്കടുത്തല്ലോ. 20 വർഷ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് റിക്ഷ ചവിട്ടുന്നത്. അതെ, റിക്ഷ വേഗം ഒന്ന് ഓടിച്ചാട്ടെ. കല്യാണത്തിന്റെ മുഹൂർത്ത സമയം അടുത്തോണ്ട് വരികയാ. നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുതിരയെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നമാകും. എന്റെ രോഗികളാണെങ്കിൽ സത്യം. എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ആ മോട്ടൂനെ ഞാനുണ്ടല്ലോ വെറുതെ വിടാൻ പോകുന്നില്ല. കുറച്ചുകൂടെ വേഗം പോ കസിട്ട്. എന്റെ കല്യാണത്തിന്റെ കാര്യമല്ലേ. പൊളിക്കടുത്തല്ലോ. മോട്ടു, നീ എവിടെ പോയി കിടക്കുന്നത്? മമ്മി, രക്ഷിക്കണേ. എന്റെ കുതിര ചേട്ടാ ഒന്ന് നിക്ക്. എന്റെ കൂട്ടുകാരന്റെ കല്യാണമാ. അത് കഴിച്ചിട്ട് നീ എവിടെ വേണേലും പോയിക്കോ. Stop in the name of law. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്റെ അമ്മോ. ചിങ്കം സാർ എവിടേക്കാ പോയേ? ഒന്ന് വേഗം പുറത്തേക്ക് വാ. സോറി വലിയേട്ടാ, മോളിൽ നിന്നാ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് താഴേക്കാ പോകേണ്ടത്. താഴേക്ക് വേണ്ട, മോളിൽ തന്നെ പോയാ മതി. അല്ല കുതിര, എന്തിനാ എന്റെ പാറ്റിങ്ങിന് കടിച്ചു കയറുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? കുതിര ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കേ, ഞങ്ങളെ വിട്ടേക്ക്.
സമൂസേ ഇനി നിനക്ക് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വെള്ളം കുടിപ്പിച്ച് കളഞ്ഞില്ലേ നീ? കൊള്ളാം മോട്ടു, നീ അതിനെ വിടരുത്. എന്റെ കല്യാണത്തിന്റെ കാര്യ. മോട്ടു വെരി ഗുഡ്. നിനക്കതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞല്ലോ. വരൂ വലിയേട്ടാ, വന്നിരുന്ന് കല്യാണത്തിന് പോയാലും. കൊള്ളാം മോട്ടു. എന്റെ കുതിരച്ചേട്ടാ, ചേട്ടന്റെ മുതുകത്തിരിക്കുന്ന ഇയാളില്ലേ, ഇയാളാണ് കല്യാണ ചെറുക്കൻ. ഇയാൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത്. പകയും വിദ്വേഷവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ കല്യാണ ചെറുക്കനെ ഇങ്ങോട്ട് ചെല്ല്. രക്ഷിക്കണേ.